നിസ്കരിക്കുന്നതിനിടയിൽ സംശയം തോന്നിയ ഇബ്രാഹിം തിരിഞ്ഞു നോക്കുമ്പോൾ ഫാദർ പോൾ കത്തിയുമായി നിൽക്കുന്നത് കാണുന്നു. അയാൾ കത്തി എറിഞ്ഞപ്പോൾ ഇബ്രാഹിം സുലൈമാൻ്റെ പുറകിൽ കയറി നിന്നു. കത്തി ഇബ്രാഹിമിൻ്റെ മുതുകിൽ തറച്ചു. ഗാർഡ്സ് ഫാദർ പോളിനെ വെടിവെച്ചിട്ടു. സുലൈമാൻ ഇബ്രാഹിമിനെ പിടിച്ചു. ആ കത്തി വലിച്ചൂരിയെടുക്കണം, പീരിപ്പാഷ പറഞ്ഞു. അതിൽ പോയിസൺ ഉണ്ടെങ്കിലോ? അഹമ്മദ് പാഷ ചോദിച്ചു. സുലൈമാൻ പതുക്കെ അത് വലിച്ചൂരിയെടുത്തു. ആ കത്തി കണ്ട സുലൈമാൻ പറയുന്നു, ഇത് ഓട്ടോമാൻ കത്തിയാണ്. അവിടെ കൂടി നിന്ന ആളുകളിൽ സുൽത്താൻ മുരാദും ഉണ്ടായിരുന്നു. ടോപ്പ് കാപ്പി പാലസിൽ വാലിദ സുൽത്താനെയും മറ്റെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. ഹുറം ഖാത്തൂൻ്റെ പ്രസവം നന്നായി നടക്കാനും കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കാനും പ്രാർത്ഥിച്ചപ്പോൾ മാഹിദേവ്രാൻ അസ്വസ്ഥതയോടെ ഗുൽഷയെ നോക്കി. ഖദീജ സുൽത്താന കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. വാലിദ സുൽത്താന ദായ ഖാത്തൂനോട് പറയുന്നു, ദായേ, നീ പോയി ഹുറത്തിൻ്റെ പ്രസവം എന്തായിന്ന് നോക്ക്. ഖദീജ സുൽത്താനയ്ക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. ഖദീജ, എന്താ ഇത്? പ്രാർത്ഥിക്കുന്നത് മനസ്സിന് സമാധാനവും ധൈര്യവും കിട്ടാനാണ്. നീ എന്തിനാ കരയുന്നത്? ക്ഷമിക്കണം വാലിദ, എനിക്ക് എന്നെ നിയന്ത്രിക്കാനാവുന്നില്ല. ഉള്ളിൽ തീ ആളിക്കത്തുന്നത് പോലെയാണ് തോന്നുന്നത്. സാരമില്ല, നീ കണ്ണ് തുടയ്ക്ക്. എത്രയും പെട്ടെന്ന് നമുക്ക് സന്തോഷവാർത്തകൾ തരും അല്ലാഹു. ഇപ്പോൾ തന്നെ ഒരു ഷെഹസാദ് പിറക്കും. ഹരത്തിൽ സന്തോഷം വരും. അത് കേട്ട മാഹിദേവരാൻ തല തിരിച്ചു. ഹുറം പ്രസവവേദന എടുത്ത് അലറി വിളിക്കുന്നു. നിഗാർ കാഫിയും ഗുൽനിഹാലും ഫിസിഷ്യനും ഒപ്പം ഉണ്ടായിരുന്നു. ദായ ഖാത്തൂൻ വന്ന് ചോദിക്കുന്നു, ഷെഹസാദ് പുറത്തേക്ക് വന്നോ? നിഗാർ ഗുൽനിഹാലിനെ ഒന്ന് നോക്കി. ഒന്നും മിണ്ടിയില്ല. ഇബ്രാഹിം സുലൈമാനോട് പറയുന്നു, ഇൻക്യാരം, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. ഞാൻ മരിക്കാൻ പോവുകയാണ്. നീ ഒന്നും സംസാരിക്കേണ്ട പാർഗളി, ഫിസിഷ്യൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം കണ്ണടച്ചു. പാർഗളി, പാർഗളി, സുലൈമാൻ വിളിക്കുന്നു. ഫിസിഷ്യൻ അങ്ങോട്ട് വന്നു. താനിത് എവിടെയായിരുന്നു ഇതുവരെ? സുലൈമാൻ ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. പീരിപ്പാഷ സുലൈമാനോട് പറയുന്നു, ഇൻക്യാരം, ഇത് സുൽത്താൻ സെമ്മിൻ്റെ കത്തിയാണ്. ഈ കത്തി ഓട്ടോമാൻ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. സുലൈമാൻ പറഞ്ഞു, ഇത് സുൽത്താൻ സെം അദ്ദേഹത്തിൻ്റെ മകന് കൈമാറിയിരിക്കാം. സുൽത്താൻ മുരാദിനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഫാദർ പോളിൻ്റെ ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നത് സുൽത്താൻ മുരാദ് കാണുന്നു. ഇബ്രാഹിമിനെ ടെൻറ്റിൽ കൊണ്ടുവന്ന് കിടത്തി. മുറിവ് ആഴത്തിലുള്ളതാണെങ്കിലും ഉണങ്ങിക്കോളും, ഫിസിഷ്യൻ പറഞ്ഞു. പീരിപ്പാഷ, റോഡസ് ഗ്രാൻഡ് മാസ്റ്ററിനെ വിളിക്കണം. അയാളോട് വേഗം ഇവിടെ വരാൻ പറയൂ. ശരി, ഞാൻ പറയാം. സുൽത്താൻ മുരാദിനെ കണ്ടുപിടിച്ചോ? അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻക്യാരം. നമ്മൾ എന്തായാലും അദ്ദേഹത്തെ കണ്ടുപിടിക്കും. ഇബ്രാഹിം കണ്ണു തുറന്നു. ഇൻക്യാരം, ഇബ്രാഹിം വിളിച്ചു. സുലൈമാൻ ഇബ്രാഹിമിൻ്റെ പുറത്ത് തട്ടിക്കൊടുത്തു. എന്നിട്ട് ഫിസിഷ്യനോട് പറയുന്നു, ഇദ്ദേഹത്തെ നല്ലൊരു സ്ഥലത്ത് കിടത്ത്. നന്നായി റെസ്റ്റ് എടുക്കട്ടെ. സുൽത്താൻ മുരാദ് ഓടിയൊരു കാട്ടിലേക്ക് എത്തുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ കാത്തു നിന്നിരുന്നു. ഫാദർ, ഞങ്ങൾ പേടിച്ചു പോയി. അങ്ങേ അവർ പിടിച്ചു കാണുമോ എന്ന് വിചാരിച്ചു. ഞാനൊരു കപ്പൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ കയറി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം. നമ്മളെ അവർ പിടിച്ചാൽ എന്തു ചെയ്യും ഫാദർ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വാ, നമുക്ക് പോകാം. ഗ്രാൻഡ് മാസ്റ്റർ ഒരാളോട് ചോദിക്കുന്നു. സുൽത്താൻ സുലൈമാന് നേരെയുള്ള വധശ്രമം അവരുടെ പ്ലാൻ ആയിരുന്നു അല്ലേ? ഇനി സുൽത്താൻ സുലൈമാൻ എന്തൊക്കെയാവും നമ്മളോട് ചെയ്യാൻ പോവുക എന്നറിയില്ല. ഒരാൾ മെസ്സേജുമായി കയറി വരുന്നു. അത് വായിച്ച ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നു, സുൽത്താൻ സുലൈമാൻ എന്നെ വിളിക്കുന്നുണ്ട്. ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ്. ചിലപ്പോൾ അയാൾ ഞാനുമായൊരു എഗ്രിമെൻ്റ് വയ്ക്കും, അല്ലെങ്കിൽ എൻ്റെ തലയെടുക്കും. പ്രസവം കഴിഞ്ഞ് ഹുറം തളർന്നുറങ്ങിപ്പോയിരുന്നു. അവൾ കണ്ണു തുറന്ന് ഇരുവശവും നോക്കി. ഗുൽനിഹാൽ ഷെഹസാദ് മുഹമ്മദിനെയും കൊണ്ട് അടുത്തുണ്ടായിരുന്നു. എൻ്റെ മോൻ എവിടെ? ഇതാ നിൻ്റെ മോൻ, ഗുൽനിഹാൽ ഷെഹസാദ് മുഹമ്മദിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവരെൻ്റെ മോനെ എൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയോ? ഹുറം, അവർ കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയാണ്. ഇപ്പോൾ കൊണ്ടുവരും. നിന്റെ പ്രസവം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക. നീ എന്തിനാ എൻ്റെ മോനെ അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടത്? എൻ്റെ മോൻ എൻ്റെ അടുത്തല്ലേ വേണ്ടത്? ഹുറം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനത് നിന്നോട് പറഞ്ഞിട്ടില്ലേ മരിയ? നീ എന്താ ഈ ചെയ്തത്? ഹുറം ദയനീയമായി ചോദിക്കുന്നു. ഞാൻ ചെന്ന് എൻ്റെ മോനെ നോക്കട്ടെ. ഹുറം എണീക്കാൻ പോകുന്നു. ഹുറം, നീ ഇവിടെ കിടക്ക്, റെസ്റ്റ് എടുക്ക്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഞാൻ നിന്റെ കുഞ്ഞിനെ കൊണ്ടുവരാം. ഹുറത്തിന് സമാധാനമായി. ആർക്കും എൻ്റെ മോനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകാനാവില്ല. ഗുൽനിഹാൽ തലയാട്ടി. മാഹിദേവരാൻ അവരുടെ ചേംബറിൽ അക്ഷമയായി ഇരിക്കുന്നു. ഗുൽഷ സന്തോഷത്തോടെ അങ്ങോട്ട് കയറി വന്നു. എൻ്റെ സുൽത്താന, അവൾ ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചത്. മാഹിദേവരാന് സന്തോഷമായി. അള്ളാ, നന്ദി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. മാഹിദേവരാൻ 2 കിഴി നാണയങ്ങൾ എടുത്തു കൊടുത്തിട്ട് പറയുന്നു, ഈ സ്വർണ്ണ നാണയങ്ങൾ ഹരത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കും വിതരണം ചെയ്യണം. അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. ഗുൽഷ കുമ്പിട്ടിട്ട് പോകുന്നു. നിഗാർ കാഫ കുഞ്ഞിനെ ഹുറത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. നിഗാർ കാഫ, എൻ്റെ മോനെ കൊണ്ടുവന്നോ? നിഗാറിൻ്റെ മുഖം മാറി. അവനെ എനിക്ക് താ. ഹുറം കൈ നീട്ടി. നിഗാർ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഗുൽനിഹാലിനെ നോക്കി. ഹുറം സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കി വിളിക്കുന്നു, എൻ്റെ പൊന്നു മോനെ, സിംഹക്കുട്ടി, ഷെഹസാദ്. ഹുറം ഖാത്തൂൻ, നിഗാർ വിളിച്ചു. അള്ളാഹു നിങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. നിനക്കൊരു സുന്ദരി മോളാണുണ്ടായത്. ഹുറത്തിൻ്റെ മുഖം മാറി. എന്താ? അവൾ നിഗാറിനെ നോക്കി ചോദിച്ചു. ഇതൊരു സുന്ദരി പെൺകുട്ടിയാണ്.
ഇവളെ കാണാൻ പൗർണമി ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പോലുണ്ട്. ഹുറം അതൃപ്തിയോടെ കുഞ്ഞിനെ പൊതിഞ്ഞ് തുണി മാറ്റി നോക്കുന്നു. ഇല്ല, ഇതെൻ്റെ കുഞ്ഞല്ല. ഇവളെ നീ എടുത്തോ. കുഞ്ഞിനെ നിഗാറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എൻ്റെ മോനെവിടെ? എനിക്ക് അവനെ താ. ഹുറം, ഇത് നിന്റെ മോളാണ്. നീ അവളോട് ഇങ്ങനെയൊന്നും കാണിക്കരുത്. അത് പാപമാണ്, ഗുൽനിഹാൽ പറഞ്ഞു. ഇല്ല, നീ എൻ്റെ മോനെ കട്ടുകൊണ്ടുപോയി. നീ അവനെ കൊന്നുകളഞ്ഞു. ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നിനക്ക് ഭ്രാന്തായോ? സുൽത്താൻ്റെ ഹരത്തിൽ അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ എല്ലാം നടക്കും, ഹുറം ദേഷ്യപ്പെട്ട് പറഞ്ഞു. വാലിദ് സുൽത്താൻ അങ്ങോട്ട് കയറി വരുന്നു. അവർ ചിരിച്ചുകൊണ്ട് കൈനീട്ടി. നിഗാർ കുഞ്ഞിനെ കൊടുത്തു. ഹുറം അത് നോക്കാതെ അസ്വസ്ഥയായിരുന്നു. സുൽത്താന, എന്നോട് ക്ഷമിക്കണം. ഇതൊരു ഷേസാദല്ല. നമുക്ക് അർഹതപ്പെട്ടതാണ് അള്ളാഹു തന്നത്. അവളുടെ മുഖം ചന്ദ്രനെ പോലെയുണ്ട്. ഞാൻ അവൾക്ക് മെഹ്റുമ എന്ന് പേരിടുന്നു. ഇവൾ ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഞാൻ ആകാശത്തേക്ക് നോക്കി. അവിടെ സൂര്യനും ചന്ദ്രനും ഉണ്ടായിരുന്നു. ഇവളും അവരെ പോലെ എന്നും തേജസ്സോടെ ഇരിക്കട്ടെ. ഇൻകാരും എന്തു പറയും? ഹുറം ചോദിച്ചു. എൻ്റെ മോൻ എന്തു പറയാനാ? അവൻ എന്നാണ് തിരിച്ചു വരുന്നതെന്ന് പോലും അറിയില്ല. അതുവരെ ഈ കുഞ്ഞ് പേരില്ലാതെ ഇരിക്കാനാണോ? ഹുറത്തെ നോക്കി ചോദിച്ചു. അവൾ തല കുനിച്ചിരുന്നു. ഇന്നാ, മെഹ്റുമ സുൽത്താനെ അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുക്ക്. കുഞ്ഞ് പാല് കുടിക്കട്ടെ. ഗുൽനിഹാൽ കുഞ്ഞിനെ വാങ്ങി. അള്ളാഹു അവൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ദായ ഹാത്തുൻ പറഞ്ഞു. ഹുറം ഹാത്തുൻ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞു, ദായ ഹാത്തുൻ പറയുന്നു. വാലിദ സുൽത്താൻ അവളെ നോക്കി. ഒന്നുമില്ല, ഞാനൊരു പെൺകുഞ്ഞിനെയല്ലേ പ്രസവിച്ചത്. വാലിദ സുൽത്താൻ അവളെ ഒന്ന് നോക്കിയിട്ട് പോകുന്നു. നിഗാറും ഗുൽനിഹാലും ഹുറത്തിനെ നോക്കി. എല്ലാവരും ഇവിടുന്ന് പൊക്കോ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. പക്ഷേ മെഹ്റുമയ്ക്ക് വിശക്കുന്നുണ്ട്. നീ അവൾക്ക് പാല് കൊടുക്കുന്നില്ലേ? ഗുൽനിഹാൽ ചോദിച്ചു. അവളെ വെറ്റ്നേഴ്സിനെ ഏൽപ്പിക്ക്. അവർ പാല് കൊടുത്തോളൂ. ഹുറം കിടന്നു. ഇൻകാരം വരുമ്പോൾ ഞാൻ എന്തു പറയും? അവൾ സ്വയം ചോദിക്കുന്നു. ഹരത്തിലെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നു. അവൾക്ക് പെൺകുട്ടിയാണ് ഉണ്ടായത്. ഷേസാദ് വരും എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് ബഹളമായിരുന്നു. അവൾക്കത് തന്നെ വേണം. ഇതെങ്ങാനും ഒരു ഷേസാദായിരുന്നെങ്കിൽ പിന്നെ അവളുടെ അഹങ്കാരം കൂടും. അവളൊരു സുൽത്താനയാവും. പിന്നെ നമുക്ക് പണിയാവും, ആയിഷ പറഞ്ഞു. ഗുൽഷ അങ്ങോട്ട് കയറി വരുന്നു. എല്ലാവരും വാ. മാഹിദേവ്രാൻ സുൽത്താനെ നിങ്ങൾക്ക് വേണ്ടി ഗോൾഡ് കോയിൻസ് തന്നുവിട്ടിട്ടുണ്ട്. എല്ലാവരും ചുറ്റും കൂടി വാങ്ങിക്കുന്നു. അള്ളാഹു മാഹിദേവ്രാൻ സുൽത്താനെയും ഷേസാദ് മുസ്തഫയെയും അനുഗ്രഹിക്കട്ടെ, ഒരു പെണ്ണ് പറഞ്ഞു. സുൽത്താൻ സുലൈമാനെ കാണാൻ റോഡസ് ഗ്രാൻഡ് മാസ്റ്റർ എത്തി. ഇബ്രാഹിം പരുക്ക് പറ്റിയ കൈയുമായി അയാളുടെ അടുത്തേക്ക് വന്നു. അയാളെ ഒന്ന് നോക്കിയിട്ട് കുമ്പിട്ടു. ഗ്രാൻഡ് മാസ്റ്ററും തിരിച്ചു കുമ്പിട്ടു. ഇബ്രാഹിം സുലൈമാനെ അറിയിക്കാൻ പോകുന്നു. സുലൈമാൻ പീരിപ്പാഷയോടും അഹമ്മദ് പാഷയോടും സംസാരിക്കുകയായിരുന്നു. ആദ്യം ഇവർ തടവിലാക്കിയിരിക്കുന്ന മുസ്ലിം വ്യാപാരികളെ മോചിപ്പിക്കണം. പിടിച്ചെടുത്ത കപ്പലുകളും അതിലെ ചരക്കുകളും അവർക്ക് തിരികെ കൊടുക്കണം. അവർക്ക് സംഭവിച്ച നഷ്ടങ്ങളെല്ലാം നികത്തണം. ഉത്തരവ് പോലെ ഇൻകാരം. റോഡസിലുള്ള സാധാരണക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർക്ക് അവരുടെ മതവിശ്വാസം പിന്തുടരാം. ചർച്ചുകളിൽ ആരാധന നടത്താവുന്നതാണ്, പീരിപ്പാഷ പറഞ്ഞു. ഇബ്രാഹിം അങ്ങോട്ട് വന്ന് സുലൈമാനെ കുമ്പിട്ടു. ഇൻകാരം, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇബ്രാഹിം? നീ പോയി റെസ്റ്റ് എടുക്ക്. എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇൻകാരം. ഗ്രാൻഡ് മാസ്റ്റർ അങ്ങയെ കാണാൻ വന്നിട്ടുണ്ട്. സുലൈമാൻ ചിരിച്ചു. ഈ കൂടിക്കാഴ്ച മിസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുലൈമാൻ തൻ്റെ കിരീടം എടുത്തു വെച്ചു. അയാളെ കൊണ്ടുവരാൻ ഇബ്രാഹിം ഗാർഡ്സിനോട് പറഞ്ഞു. ഗാർഡ്സ് അയാളെ പിടിച്ചുകൊണ്ട് വന്നു. ഇൻകാരം, ഗ്രാൻഡ് മാസ്റ്റർ വിലിയേഴ്സ് DL ഇസ്ലേം ആദം വന്നിട്ടുണ്ട്. അയാളെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് മുട്ടുകുത്തി നിർത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ വിടൂ, സുലൈമാൻ പറഞ്ഞു. ഗാർഡ്സ് അയാളെ വിട്ടു. അയാൾ കോട്ട് വലിച്ച് നേരെയാക്കിയിട്ടു. എല്ലാവരും അയാളെ തന്നെ നോക്കി. ഗ്രാൻഡ് മാസ്റ്റർ സുലൈമാനെ കുമ്പിട്ടു. സുലൈമാൻ തലയാട്ടി. അയാൾ സുലൈമാൻ്റെ വസ്ത്രത്തിൽ മുത്തി. എന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്നോട് കാണിച്ച സഹാനുഭൂതിക്ക് നന്ദി. റോഡസിലെ ആളുകളോട് നിങ്ങൾ കാണിക്കുന്ന നീതിപൂർവമായ പെരുമാറ്റത്തിനും ഞാൻ നന്ദി പറയുന്നു. സുലൈമാൻ തലയാട്ടി. എന്നിട്ട് ഇബ്രാഹിമിനെ നോക്കുന്നു. ഇബ്രാഹിം കയ്യിലിരുന്ന റോബ് അയാൾക്ക് കൊണ്ടു കൊടുക്കുന്നു. ഇത് സുൽത്താൻ സുലൈമാൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. അയാൾ സുലൈമാനെ നന്ദിയോടെ കുമ്പിട്ടു. ഗാർഡ്സ് വന്ന് അത് ഇട്ടുകൊടുക്കുന്നു. റോഡസ് ഐലൻഡും റോഡസിൻ്റെ കീഴിലുള്ള 8 ഐലൻഡുകളും ഇനി മുതൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരിക്കും. റോഡസ് ക്യാസലും അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഇനി ഗ്രാൻഡ് മാസ്റ്ററുടെ കീഴിലായിരിക്കില്ല. അതും ഓട്ടോമാൻ്റെ കീഴിലാവും. ഗ്രാൻഡ് മാസ്റ്റർ, നിങ്ങൾ വളരെ ധൈര്യശാലിയായൊരു യോദ്ധാവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തെ സേവിക്കാവുന്നതാണ്. അയാൾ അല്പനേരം നിശബ്ദനായി നിന്നു. എല്ലാവരും അയാളെ തന്നെ നോക്കി. സുൽത്താൻ സുലൈമാൻ ഖാൻ, നിങ്ങൾക്കറിയാവുന്നതുപോലെ യുദ്ധം വിജയിക്കാൻ പരാജയപ്പെടാം. ഇപ്പോൾ നിങ്ങൾ ജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു എന്ന് വെച്ച് എനിക്കെൻ്റെ ജനതയെ ചതിക്കാനാവില്ല, ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞു. കീഴടങ്ങിയ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഞാനൊരു കത്തിലൂടെ പിന്നീട് അറിയിക്കാം. നിങ്ങളും നിങ്ങളുടെ ആളുകളും ഒരു തരത്തിലും ഭയപ്പെടേണ്ട. തിരിച്ച് നിങ്ങളും ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താണെന്ന രീതിയിൽ അയാൾ നോക്കി. സുൽത്താൻ മുരാദിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എനിക്ക് കൈമാറണം. അവർ ഒരുപാട് നാൾ മുമ്പ് ഈ ഐലൻഡ് വിട്ടുപോയി. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിൽ സുലൈമാൻ ഇരുന്നു. സുൽത്താൻ മുരാദ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി കടൽ തീരത്തേക്കെത്തി. അവിടെ ഒരു ചെറുവഞ്ചിയുമായി ഒരാളെത്തി. ഫാദർ, ഇതിലാണോ നമ്മൾ പോകുന്നത്?
ഇത് ചെറിയ വഞ്ചിയാണ്, നമ്മൾ ഇതിൽ മുങ്ങിപ്പോവും. ഞാനിതിൽ വരില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സുൽത്താൻ മുരാദിൻ്റെ മകൻ ചോദിച്ചു. നമ്മൾ മാൾട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളെ കൊണ്ടുപോകാൻ കപ്പലുണ്ട്. ഈ വഞ്ചിയിൽ ചെന്നാൽ കപ്പലിൽ കയറണം. നമ്മൾ വൈകി, വേഗം വാ. അവർ അതിലേക്ക് കയറി. പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഓട്ടോമാൻ പട്ടാളക്കാരെത്തുന്നു. സുൽത്താൻ മുരാദിൻ്റെ ഭാര്യ ചെറിയ കുഞ്ഞിനെ സെർവൻറ്റിനെ ഏൽപ്പിക്കുന്നു. അവർ സുൽത്താൻ മുരാദിനെ പിടിച്ചു. സുൽത്താൻ സുലൈമാൻ ഖാൻ നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ അയാളെ വലിച്ചുകൊണ്ട് പോകുന്നു. സുൽത്താൻ മുരാദിൻ്റെ മൂത്ത 2 ആൺമക്കളെയും അവരോടൊപ്പം ചെല്ലാൻ പറയുന്നു. അവർ ചെന്നപ്പോൾ ആ കുഞ്ഞിനെയും തരാൻ പറഞ്ഞു. ഇതെൻ്റെ മോനാണ്, ആ സെർവൻറ്റ് പറഞ്ഞു. സുൽത്താൻ മുരാദിൻ്റെ ഭാര്യ ഭർത്താവിനെയും മക്കളെയും നോക്കിയിരുന്ന് കരയുന്നു. സുൽത്താൻ സുലൈമാൻ റോഡസ് ഗ്രാൻഡ് മാസ്റ്ററുമായി എഗ്രിമെൻ്റ് വയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സൈന്യവുമായി 10 ദിവസത്തിനുള്ളിൽ ഈ ഐലൻഡ് വിടണം. നിങ്ങൾ മാൾട്ടയിലേക്കാണോ പോകുന്നത്? പീരിപ്പാഷ ചോദിച്ചു. അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ തീർച്ചയായും സുൽത്താൻ മുരാദും മാൾട്ടയിൽ തന്നെ ഉണ്ടാവും. ഓട്ടോമൻ കുടുംബാംഗങ്ങൾ ഇനി അവരുടെ വഞ്ചന ഇനി മാൾട്ടയിൽ നിന്നാവും തുടരുക, സുലൈമാൻ പറഞ്ഞു. ഗ്രാൻഡ് മാസ്റ്റർ തല താഴ്ത്തി. ഗാർഡ്സ് വന്ന് പറയുന്നു. ഇൻക്യാരം, സുൽത്താൻ മുരാദിനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ ഞെട്ടി. സുലൈമാൻ അയാളെ നോക്കിക്കൊണ്ട് പറയുന്നു. അവരിങ്ങോട്ട് കൊണ്ടുവാ. ഗ്രാൻഡ് മാസ്റ്റർ സുലൈമാനെ നോക്കാതെ നിന്നു. സുൽത്താൻ മുരാദിനെയും മക്കളെയും കൊണ്ടുവന്ന് മുട്ടുകുത്തി നിർത്തി. സുൽത്താൻ മുരാദ്, ഇങ്ങനെയായിരുന്നു നമ്മൾ കാണേണ്ടത്. ഇവിടെ നിങ്ങളൊരു അഭയാർത്ഥിയെ പോലെയാണ് കഴിയുന്നത്. തല കുനിച്ചു നിന്ന് സുൽത്താൻ മുരാദിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് സുലൈമാൻ ചോദിക്കുന്നു. നീയാണോ ചതിയിലൂടെ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമില്ലായിരുന്നു. എന്നെ ബലമായി പിടിച്ചുകൊണ്ടു വന്നതാണ്. ഞാൻ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. സുലൈമാൻ അയാളുടെ വാ പൊത്തി. ഇനിയും നുണ പറഞ്ഞ് തരം താഴരുത്. പീരിപ്പാഷ, ഗ്രാൻഡ് മാസ്റ്ററിനെ പറഞ്ഞു വിട്ടേക്ക്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഇതൊരു കുടുംബകാര്യമാണ്. സുലൈമാൻ സുൽത്താൻ മുരാദിനെ നോക്കി പറഞ്ഞു. ഗ്രാൻഡ് മാസ്റ്ററെ പറഞ്ഞു വിട്ടു. സുലൈമാൻ കൈനീട്ടി. ഒരു ഗാർഡ് കത്തി കൊടുത്തു. ഇത് ഓട്ടോമൻ ഡൈനാസ്റ്റിയിലെ അംഗങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന കത്തിയാണ്. ഇത് നിന്റെ ബാബ സുൽത്താൻ സെമ്മിൻ്റെ കത്തിയാണ്. നീ സുരക്ഷിതമായത് സൂക്ഷിക്കുന്നതിന് പകരം എന്നെ കൊല്ലാനായി അവിശ്വാസികളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നീ നിന്റെ കുടുംബ പരമ്പരയാണ് അപമാനിച്ചത്. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഒരു രക്തസാക്ഷിയായി മരിച്ചേനെ. പക്ഷെ നീ എന്നും ഒരു വഞ്ചകനായി അറിയപ്പെടുമായിരുന്നു. എൻ്റെ പിതാവ് സുൽത്താൻ സെമ്മിനെ ചതിച്ച് നാട് കടത്തിയ ഓട്ടോമൻ ഡൈനാസ്റ്റിയാണ് യഥാർത്ഥ വഞ്ചകർ. സുലൈമാൻ മുരാദിൻ്റെ മക്കളെ നോക്കിയിട്ട് പറയുന്നു. ധീരമായി യുദ്ധം ചെയ്ത് നീ മാത്രം മരിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ നീ നിന്റെ കുടുംബത്തെ കൂടി ഇതിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ്. നിനക്ക് എൻ്റെ കൂടെ ഇസ്താംബൂളിലേക്ക് വരാവുന്നതാണ്. അതാണ് നിന്റെ കുടുംബം. അവിടെ നിനക്ക് നീതി കിട്ടും. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം. ഇപ്പോഴും നീ മുസ്ലിമാണോ? അല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അതിലുപരി ഞാൻ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. സുലൈമാൻ്റെ മുഖം മാറി. സുലൈമാൻ കുട്ടികളോട് ചോദിക്കുന്നു. നിങ്ങളോ? ഞങ്ങളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. സുലൈമാൻ വിഷമത്തോടെ പുറത്തേക്ക് പോകുന്നു. ഇബ്രാഹിം സുൽത്താൻ മുരാദിനെ നോക്കി തലയാട്ടി. എന്നിട്ട് സുലൈമാൻ അടുത്തേക്ക് വന്നു. ഇബ്രാഹിം, ആ വിശ്വാസികളെ എൻ്റെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോ. പീരിപ്പാഷയോട് എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ പറ. ഇബ്രാഹിം പറഞ്ഞിട്ട് സുലൈമാൻ്റെ അടുത്തേക്ക് വന്നു. ഗാർഡ്സ് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സുൽത്താൻ മുരാദിൻ്റെ ഭാര്യയും സെർവൻറ്റും ചെറിയ കുട്ടിയെ പിടിച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ ഒരു കുതിരവണ്ടി കണ്ട് അതിൽ കയറുന്നു. പോകുന്ന വഴി ഗ്രാൻഡ് മാസ്റ്ററിനെ കാണുന്നു. ഗ്രാൻഡ് മാസ്റ്റർ, അവരെൻ്റെ ഭർത്താവിനെയും മക്കളെയും പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ ഈ മോനെ മാത്രമേ എനിക്ക് രക്ഷിക്കാനായുള്ളൂ. ഞങ്ങളെ രക്ഷിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. നിങ്ങളെ ഞാൻ വത്തിക്കാനിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഹുറം വിഷമിച്ചിരിക്കുന്നു. നിഗാർ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നു. മെഹ്റിമ സുൽത്താനയ്ക്ക് അവളുടെ അമ്മയെ കാണണം. ഹുറം ഒന്ന് നോക്കിയിട്ട് തല തിരിച്ചു. അവൾ ചോദിക്കുകയാണ് അവളുടെ അമ്മ അവളെ സ്നേഹിക്കുന്നില്ലേ എന്ന്. നോക്ക്, എന്ത് ഭംഗിയാ നിന്റെ മോളെ കാണാൻ. ഇന്നാ നിന്റെ മോളെ പിടിക്ക്. എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട്, നിഗാർ പറഞ്ഞു. ഹുറം അവളെ എടുത്തു. എന്നിട്ട് നോക്കുന്നു. നിഗാർ ആശ്വാസത്തോടെ അവിടുന്ന് പോയി. എൻ്റെ പൊന്നു മോളെ, നിനക്ക് നിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം അത്. പക്ഷെ എന്തു ചെയ്യാം? ഈ പാലസിലൊരു പെണ്ണായി ജനിക്കരുത്. ഇവിടെ ആണുങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മെഹ്റിമ, നിന്റെ ബാബ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹുറം കുഞ്ഞിനെ നോക്കി ചിരിച്ചു. നിന്റെ മൂക്ക് എൻ്റെ പോലെ തന്നെയാണ്. നിഗാർ പുറത്തു നിന്നും അത് കേട്ടു. ആശ്വാസത്തോടെ പോകുന്നു. ഹരത്തിൽ ആഘോഷം നടക്കുകയായിരുന്നു. എന്തിനാ ഇപ്പോൾ സ്വീറ്റ്സ്? ആരാ ഇത് തന്നത്? ആയിഷ ചോദിച്ചു. മാഹിദേവരാൻ സുൽത്താന, ഗുൽഷ പറഞ്ഞു. ഹുറത്തിന് പെൺകുഞ്ഞ് ജനിച്ചത് കൊണ്ടാണ്, ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞു. ഗുൽനിഹാൽ അങ്ങോട്ട് വരുന്നു. അവൾക്കും സ്വീറ്റ്സ് കൊടുക്കുന്നു. ഗുൽഷ അവളെ നോക്കി ചിരിച്ചു. വിക്ടോറിയ അവളുടെ ചേംബറിലേക്ക് വരുന്നു. ഡോർ അടച്ചിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നൊരു കുരിശെടുത്ത് പ്രാർത്ഥിക്കുന്നു. ലോർഡ് ജീസസ്, എന്നോട് ക്ഷമിക്കണേ. ഞാനൊരു മുസ്ലിം ആയത് എൻ്റെ രാജ്യത്തിനും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ്. എൻ്റെ കുടുംബം തകർത്തവരോട് പ്രതികാരം ചോദിക്കാനാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ മനസ്സിലും ആത്മാവിലും എന്നും നീ മാത്രമാണുള്ളത്. വിക്ടോറിയ കുരിശു വെച്ച് പ്രാർത്ഥിക്കുന്നത് ജനലിലൂടെ ആയിഷ കാണുന്നു. അവൾ ഓടി താഴേക്കിറങ്ങി.
ആരോ തന്നെ കണ്ടുവെന്ന് വിക്ടോറിയയ്ക്ക് മനസ്സിലായി. നിഗാർ കാഫയെ കണ്ട ആയിഷ പറയുന്നു. നിഗാർ കാഫ, വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. എനിക്കിപ്പോൾ സമയമില്ല ആയിഷ, ഒരുപാട് പണിയുണ്ട്. പ്ലീസ് ഒന്ന് വന്നേ. അവൾ നിഗാറിനെ വലിച്ചുകൊണ്ട് പോകുന്നു. റൂമിലേക്ക് എത്തിയ ആയിഷ പറയുന്നു. ഇവൾ കുരിശു വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നിഗാർ മുന്നോട്ട് വന്ന് ചോദിക്കുന്നു. നീ സാദികയാണോ വിക്ടോറിയയാണോ? ഞാൻ സാദികയാണ്. ആയിഷ കള്ളം പറയുകയാണോ? നീ കുരിശ് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ആയിഷ കണ്ടു എന്നാണ് പറയുന്നത്. ഇത് ഞാൻ കയ്യിലെടുത്തു. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് എടുത്തത് നിഗാർ കാഫ, സാദിക പറഞ്ഞു. ഇല്ല, അവൾ കള്ളം പറയുകയാണ് നിഗാർ കാഫ. മതി, ആ കുരിശിങ്ങ് താ. നിഗാർ അത് വാങ്ങിച്ചു. ആയിഷ, നീ നിന്റെ കാര്യം നോക്ക്. ഈ വിഷയം ഇവിടെ കഴിഞ്ഞു. മനസ്സിലായോ? ആയിഷയും സാദികയും പരസ്പരം നോക്കി. ആയിഷ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. ഗുൽനിഹാൽ സ്വീറ്റ്സും കൊണ്ട് ഹുറത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. നിഗാർ എൻ്റെ ലെറ്റർ സുൽത്താൻ സുലൈമാൻ അയച്ചോ എന്ന് ചോദിച്ചോ? അത് അയച്ചിട്ട് കുറച്ച് നാളായി എന്നാണ് നിഗാർ കാഫ പറഞ്ഞത്. എനിക്കൊരു മറുപടി കിട്ടേണ്ട സമയമായി. ഹുറം ഒന്ന് ആലോചിച്ചിരിക്കുന്നു. ഗുൽനിഹാൽ സ്വീറ്റ്സ് കഴിക്കുന്നു. എന്താ അത്? സ്വീറ്റ്സ്. ഹരത്തിൽ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാനും എടുത്തു. എന്തിനാ ഇപ്പോൾ സ്വീറ്റ്സ് കൊടുക്കുന്നത്? അതെനിക്കറിയില്ല, ഗുൽനിഹാൽ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഇത് ചെയ്തത് മാഹിദേവരാനാണ്. കാരണം ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ്. ഗുൽനിഹാൽ ഒന്നും മിണ്ടാതെ സ്വീറ്റ്സിലേക്ക് നോക്കി. അത് എറിഞ്ഞു കളഞ്ഞേക്ക്, ഹുറം പറഞ്ഞു. വാലിദ സുൽത്താന പറയുന്നു. ഈ സ്വീറ്റ്സ് നല്ല രസമുണ്ട്. ഞാൻ കുറേ കഴിച്ചു. ഇത് ഹരത്തിൽ മുഴുവൻ കൊടുത്തിട്ടുണ്ട് വാലിദ, മാഹിദേവരാൻ പറഞ്ഞു. വാലിദ, എനിക്ക് എൻ്റെ സഹോദരിയെ എപ്പോൾ കാണാനാവും? മുസ്തഫ ചോദിച്ചു. നിനക്ക് അവളെ പെട്ടെന്ന് തന്നെ കാണാം. അവളെ കാണാൻ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയുണ്ട്. മാഹിദേവരാൻ അത് കേട്ട് ഇഷ്ടപ്പെടാത്തത് പോലെ ഇരുന്നു. നമുക്ക് നാളെ പോയി മിഹ്റമ സുൽത്താനെ കാണാം. ഇപ്പോൾ നിങ്ങൾ 3 പേരും സഹോദരങ്ങളാണ്. ഇബ്രാഹിം സുലൈമാനോട് വന്ന് പറയുന്നു. ഇൻക്യാരം, നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. അധികം താമസിയാതെ പോകാനാവും. നീ ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട. പോയി റെസ്റ്റ് എടുക്ക്. ഇപ്പോൾ വേദനയുണ്ടോ? പ്രശ്നമില്ല ഇൻക്യാരം, ഞാൻ ഓക്കെയാണ്. അങ്ങേക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ പുറത്തുണ്ടാവും. എനിക്ക് വേറെ ഒന്നും വേണ്ട. നീ സുഖമായി കണ്ടാൽ മതി, സുലൈമാൻ എണീറ്റുകൊണ്ട് പറഞ്ഞു. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. ഞാൻ എൻ്റെ ജീവൻ പോലും നിന്നോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല ഇൻക്യാരം, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. ഇബ്രാഹിം എന്ന് ആലോചിച്ചിട്ട് പറയുന്നു. അങ്ങ് എൻ്റെ ജീവൻ എടുക്കില്ല എന്നൊരു ഉറപ്പ് മാത്രം തന്നാൽ മതി എനിക്ക്. അത് കേട്ട് സുലൈമാൻ ഒന്ന് പതറി. നീ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ സഖാവാണ്. നീ എൻ്റെ സഹോദരനാണ് പാർഗളി. ഞാൻ എൻ്റെ സഹോദരൻ്റെ ജീവൻ എടുക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഇബ്രാഹിം പുറത്തേക്കിറങ്ങി. സുലൈമാൻ സംശയത്തോടെ അയാളെ നോക്കി നിന്നു.